ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂപോഡ്. CUT 2025 കെമിസ്ട്രി സിലബസിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഓരോ ചാപ്റ്ററിലും നമ്മൾ ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളതും കൂടെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കും. നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോയി നോക്കാം. ചാപ്റ്റർ 1 എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇത്തരം ടോപ്പിക്സ് ആണ്. അതായത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്, എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. അതായത് നമ്മൾ മാസ് പെർസെൻറ്റേജ് മുതൽ മൊളാരിറ്റി വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടോപ്പിക്കിൽ നോക്കുന്നുണ്ട്. അടുത്തത് സോളിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് ആണ്. സോളിഡ് സൊല്യൂഷൻ, റൗൾസ് ലോ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മെയിൻ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 കാര്യങ്ങൾ. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, ഒപ്പം തന്നെ ഓസ്മോട്ടിക് പ്രഷർ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലർ മാസസ് യൂസിങ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അബ്നോർമൽ മോളിക്കുലർ മാസ്, ആൻഡ് ഒപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടുള്ള വാൻ ഓഫ് ഫാക്ടർ. സോ ഇത്തരം ടോപ്പിക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സൊല്യൂഷൻസ് പഠിക്കാനുള്ളത്. അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ റിഡോക്സ് റിയാക്ഷൻസ്, EMF ഓഫ് എ സെൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, നെൻസ് ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് application to chemical cells, relation between Gibbs energy change and EMF of a cell, conductance in electrolytic solution, specific and molar conductivity, variations of conductivity concentration, Kohlrausch's law, electrolysis and law of electrolysis, dry cell, അതായത് electrolytic cells and galvanic cells, lead accumulator, fuel cell and corrosion. So ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കാനുള്ളത്. അടുത്ത ചാപ്റ്റർ ആയുള്ള കെമിക്കൽ കൈനറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. അത് ബോത്ത് ആവറേജ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റിനെ കുറിച്ച് നമ്മൾ അവിടെ നോക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ, മെയിൻലി 3 ഫാക്ടേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ്. ആൻഡ് ബാക്കി നോക്കുകയാണെങ്കിൽ ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഈച്ച് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. റേറ്റ് ലോ ആൻഡ് സ്പെസിഫിക് റേറ്റ് കോൺസ്റ്റന്റ്, ഇൻ്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻസ് ആൻഡ് ഹാഫ് ലൈഫ്. അത് നമ്മൾ 0 ഓർഡറിൻ്റെ ഫസ്റ്റ് ഓർഡറിൻ്റെ മാത്രമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഒപ്പം തന്നെ കോൺസെപ്റ്റ് ഓഫ് കൊളീഷൻ തിയറി. കൊളീഷൻ തിയറി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ലോ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം അവിടെ നോക്കിയാൽ മതി. നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നിങ്ങൾ നോക്കേണ്ടതായിട്ടില്ല. ഒപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ആക്ടിവേഷൻ എനർജി ആൻഡ് അറീനീസ് ഇക്വേഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് ഉള്ളത്. 4th ചാപ്റ്റർ ആയിട്ടുള്ള DNF ബ്ലോക്ക് എലമെന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജനറൽ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഒക്കറൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽ, ജനറൽ ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് ഫസ്റ്റ് റോ ട്രാൻസിഷൻ മെറ്റൽസ്. അതായത് ഇത്രയും ട്രെൻഡ്സ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. Metallic character, oxidation states, color, magnetic properties, alloy formation, ionization enthalpy, ionic radii, catalytic property, interstitial compounds, and preparation and properties of potassium dichromate and potassium permanganate. So ഇത്തരം കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും അതിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ് ലൈക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്, കെമിക്കൽ റിയാക്ടിവിറ്റി ആൻഡ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്. ആക്ടിനോയിഡ്സും ഇതേപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആൻഡ് കമ്പാരിസൺ വിത്ത് ലാന്തനോയിഡ്. സോ ഇത്രയാണ് നോക്കാനുള്ളത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിലേക്ക് പോകുമ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ലിഗാൻസ്, കോർഡിനേഷൻ നമ്പർ, കളർ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആൻഡ് ഷേപ്സ്, IUPAC നോമൻക്ലേച്ചർ ഓഫ് മോണോന്യൂക്ലിയർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ആൻഡ് ബോണ്ടിങ്ങിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വെർണേഴ്സ് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. VBT ആൻഡ് CFT, അതായത് വാലൻസ് ബോണ്ട് തിയറി ആൻഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറി, സ്ട്രക്ചർ ആൻഡ് സ്റ്റീരിയോ ഐസോമെറിസം, ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അത് ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ആൻഡ് ബയോളജിക്കൽ സിസ്റ്റം. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിലേക്ക് വേണ്ടതായിട്ടുള്ളത്. ഇനി ഹാലോ അൽക്കീൻസ് ആൻഡ് ഹാലോ അറീൻസിലേക്ക് പോകുകയാണെങ്കിൽ മെയിൻലി നോമൻക്ലേച്ചർ, ദെൻ നേച്ചർ ഓഫ് CX ബോണ്ട്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ മെക്കാനിസം ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ആൻഡ് ഹാലോ അറീനിലേക്ക് പോകുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നേച്ചർ ഓഫ് CX ബോണ്ട് നമ്മളവിടെ സംസാരിക്കണം. ആൻഡ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും CX ബോണ്ടിൻ ഹാലോ അൽക്കീനും ഹാലോ അറീനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, അതിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഹാലോജൻ ഇൻ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട്സ് ഓൺലിയാണ് നമ്മൾ അവിടെ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. അടുത്ത് നോക്കുകയാണെങ്കിൽ യൂസ് ആൻഡ് എൻവയോൺമെൻറ്റൽ എഫക്ട് ഓഫ് ഡൈക്ലോറോമീഥേൻ, ട്രൈക്ലോറോമീഥേൻ, ടെട്രാക്ലോറോമീഥേൻ, അയോഡോഫോം, ഫ്രയോൺസ്, DDT. അത് നമ്മൾ അവസാനം പഠിക്കുന്ന പോളിഹാലോജൻ കോമ്പൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് മൊത്തത്തിൽ ചാപ്റ്ററിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതർ എടുക്കുകയാണെങ്കിൽ ആൽക്കഹോളിൽ നമ്മൾ ആദ്യം നോമൻക്ലേച്ചർ പഠിക്കുന്നുണ്ട്. ദെൻ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ പറയുന്നുണ്ട്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾസ്. നമ്മൾ കുറച്ച് മെക്കാനിസം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി പറയുന്നുണ്ട്. അതായത് ലൂക്കാസ് റിയേജൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. മെക്കാനിസം ഓഫ് ഡീഹൈഡ്രേഷൻ ആൻഡ് യൂസസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു മെത്തനോൾ ആൻഡ് എത്തനോൾ. നമ്മൾ അവസാനം കോമ്പൗണ്ട്സിൽ നമ്മൾ മെത്തനോളും എത്തനോളിൻ്റെ പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ഫിനോൾസിലേക്ക് പോകുകയാണെങ്കിൽ നോമൻക്ലേച്ചറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ആസിഡിക് നേച്ചർ ഓഫ് ഫിനോൾ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, യൂസസ് ഓഫ് ഫിനോൾസ്.
ഇതേപോലെ തന്നെ നോമൻക്ലേച്ചർ ഉണ്ട്, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ്. സോ ഇത്രയാണ് നമുക്ക് ആൽക്കഹോളിലുള്ളത്. അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ചാപ്റ്റർ തന്നെയാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നോമൻക്ലേച്ചർ, നേച്ചർ ഓഫ് കാർബോണിൽ ഗ്രൂപ്പ്സ്, methods of preparation, physical and chemical properties, mechanism of nucleophilic addition, reactivity of alpha hydrogen in aldehydes and uses. And നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബോക്സിലിക് ആസിഡിലേക്ക് പോകുമ്പോൾ നോമൻക്ലേച്ചർ ഉണ്ട്, ആസിഡിക് നേച്ചർ, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. സോ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ജനറൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോമൻക്ലേച്ചർ പഠിക്കാനുണ്ടാവും, ദെൻ പ്രിപ്പറേഷൻ ആൻഡ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഒപ്പം തന്നെ അവരുണ്ടാക്കുന്ന കോമ്പൗണ്ട്സിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അമൈൻസ് ആണ്. സോ അമൈൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെ നോമൻക്ലേച്ചർ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ, സ്ട്രക്ചർ, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, യൂസസ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമൈൻസ്. അടുത്ത ടോപ്പിക് ആയിട്ടുള്ള ഡയസോണിയം സോൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ തന്നെ പ്രിപ്പറേഷൻ, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഇൻ സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രി, അതാണ് നമുക്ക് അമൈൻസിലുള്ളത്. ആൻഡ് ഫൈനലി മൂവിങ് ടു ബയോമോളിക്യൂൾസ്. അതിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ആൽഡോസ് ആൻഡ് കീറ്റോസ് ആയിട്ടുള്ള. പിന്നെ മോണോസാക്രൈഡ്സ്, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസിനെ കുറിച്ച് നമ്മളവിടെ പറയുന്നുണ്ട്. ദെൻ DL കോൺഫിഗറേഷൻ ഓഫ് ഒലിഗോസാക്രൈഡ്സ്, അതിൽ നമുക്ക് സൂക്രോസ്, ലാക്ടോസ് ആൻഡ് മാൾട്ടോസ് വരുന്നുണ്ട്. പോളിസാക്രൈഡ്സിൽ സ്റ്റാർച്ച്, സെല്ലുലോസ് ആൻഡ് ഗ്ലൈക്കോജൻ വരുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമുക്ക് അവിടെ നോക്കാനുള്ളത്. പ്രോട്ടീനിലേക്കാണെങ്കിൽ എലമെൻ്ററി ഐഡിയ ഓഫ് അമിനോ ആസിഡ്, അതിൽ പെപ്റ്റൈഡ് ബോണ്ട്, പോളിപെപ്റ്റൈഡ് പ്രോട്ടീൻ എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ദെൻ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒപ്പം തന്നെ എൻസൈം. ഹോർമോണിലേക്ക് പോവുകയാണെങ്കിൽ എലമെൻ്ററി ഐഡിയ ഓഫ് എക്സ്ക്ലൂഡിങ് സ്ട്രക്ചർ, നമുക്ക് സ്ട്രക്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നില്ല, നമുക്ക് ഹോർമോൺസ് എന്താണ് ആൻഡ് അവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് ചാപ്റ്ററിൽ കാണാൻ പറ്റുന്നതാണ്, അതിൽ ഫോക്കസ് ചെയ്താൽ മതി. ഒപ്പം തന്നെ വൈറ്റമിൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫങ്ഷൻസ്, ആൻഡ് ന്യൂക്ലിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ DNA ആൻഡ് RNA. സോ ഇത്ര ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എക്സാം സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ഒഴിവാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ആണ്. ഒപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സർഫസ് കെമിസ്ട്രി ഒഴിവാക്കിയിട്ടുണ്ട്. ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെൻറ്റ്സ് അഥവാ മെറ്റലർജി എന്ന ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. P ബ്ലോക്ക് എലമെൻറ്റ്സ് യൂണിറ്റ് 7 വന്നിട്ടുണ്ടായിരുന്ന ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. ആൻഡ് സയനൈഡ്സ് ആൻഡ് ഐസോസയനൈഡ്സ്, അത് അമൈൻസിൻ്റെ അണ്ടറിൽ വരുന്നതായിരുന്നു, അത് ഒഴിവാക്കിയിട്ടുണ്ട്. പോളിമേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. ആൻഡ് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന ചാപ്റ്ററും ഒഴിവാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ മൊത്തം 10 ചാപ്റ്ററാണ് +2 കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് CUTക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഒരു കാര്യം, നിങ്ങൾ ഈ പിറകിലെ ചിത്രത്തിൽ കാണുന്ന അനർഗ, ദേവിക, മിഥുൻ, നജ്ന, സൗരവ്, ശ്രുതി, സൂര്യ തേജസ് മുതലായിട്ടുള്ള കുട്ടികളെല്ലാവരും എജുപോണിൻ്റെ CUT 2024 ബാച്ചിൻ്റെ ഭാഗമായിരുന്നു. ആൻഡ് അവരെല്ലാവരും ഇന്ന് അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ CUT എന്നുള്ള നിങ്ങളുടെ ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സോ ഇതിന് വേണ്ടിയിട്ട് മക്കൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. എജുപോണിൻ്റെ അഗ്നി ക്രാഷ് കോഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 മക്കൾക്ക് ഏർലി ബേർഡ് ഓഫറിൻ്റെ ഭാഗമായിട്ട് 1000 രൂപയുടെ ഓഫ് ഉണ്ട്. സോ ഈ ചാൻസ് എത്രയും പെട്ടെന്ന് തന്നെ യൂട്ടിലൈസ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ CUT എന്നുള്ള ഡ്രീം ഫുൾഫിൽ ചെയ്യുക. താങ്ക് യു.